ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് പറയുന്ന ഒരു വാചകമുണ്ട്, നിമിത്ത മാത്രം ഭവ. ആ വാചകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിമിത്ത മാത്രം ഭവ, അതായത് നീ കേവലം ഒരു ആയുധമായി മാറുക, അതായത് നീ കേവലം ഒരു ഉപകരണമായി മാറുക എന്ന് ഭാവാർത്ഥത്തിൽ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. നീ കേവലം ഒരു ഉപകരണമായി മാറുക. ഈ വാചകമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഭഗവാന്റെ ഉപകരണമായി മാറിയാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ആഗ്രഹം എന്താണോ, ഭഗവാന്റെ ഇച്ഛ എന്താണോ, ആ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും? ഇപ്പം അർജുനൻ കുരുക്ഷേത്ര ഭൂമിയില് ആദ്യം യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല, അതിൽ നിന്നും പിന്മാറി. പക്ഷെ ഭഗവാൻ ഗീതോപദേശം നടത്തി. ഭഗവാൻ പറഞ്ഞു നീ ഒരു ഉപകരണമാണെന്ന് പറഞ്ഞു. ഭഗവാന്റെ ഇച്ഛ എന്താണോ ആ ഇച്ഛയ്ക്കനുസരിച്ച്, ഭഗവാൻ ഉപദേശിച്ചത് എന്താണോ അതിനനുസരിച്ച് അർജുനൻ പ്രവർത്തിച്ചു. ആ കുരുക്ഷേത്ര ഭൂമിയിൽ ആ യുദ്ധത്തില് അർജുനൻ ജയിക്കുകയും ചെയ്തു, അവർക്ക് ആ രാജ്യം ലഭിക്കുകയും ചെയ്തു. അപ്പൊ നമ്മള് ഭഗവാന്റെ ഉപകരണമാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും? നമുക്ക് 2 ഉദാഹരണങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഒന്ന് ഭഗവാന്റെ ഓടക്കുഴലാണ്. ഓടക്കുഴൽ നമുക്കറിയാം, ഭഗവാനെ സങ്കല്പിക്കുമ്പോൾ, ഭഗവാനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഭഗവാനാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഓടക്കുഴൽ ഇല്ലാതെ നമുക്ക് ഭഗവാനെ സങ്കല്പിക്കാനേ കഴിയില്ല. അപ്പൊ ഓടക്കുഴൽ എന്താണ്? ഒരു മുളക്കമ്പ് വെച്ച് നിർമ്മിച്ചതാണ് ഓടക്കുഴൽ. പക്ഷേ ആ ഓടക്കുഴൽ എത്രയോ വ്യക്തികളെയാണ് സ്വാധീനിക്കുന്നത്. ഇപ്പോ ബ്രഹ്മാവ് തന്നെ ഭഗവാൻ ഓടക്കുഴൽ ഊതുമ്പോ, അതായത് ഗാനം ഊതുമ്പോ ബ്രഹ്മാവ് ഇത് കേട്ടിട്ട് ഭഗവാൻ ഏത് രാഗമാണ് വായിക്കുന്നതെന്ന് സംശയിച്ചു പോകുമെന്നാണ് ആചാര്യന്മാര് പറയുന്നത്. ബ്രഹ്മാവ് ഇത് കേട്ടിട്ട് സരസ്വതി ദേവിയോട് ചോദിക്കും. സരസ്വതി ദേവി അതായത് കലയുടെ ആധാരമാണ്, വിദ്യാദേവിയാണ് സരസ്വതി ദേവി. അപ്പൊ സരസ്വതി ദേവിയോട് ചോദിക്കും, സരസ്വതി ദേവി നിനക്കറിയാമോ ഭഗവാൻ ഏത് രാഗമാണ് വായിക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഭഗവാൻ ഏത് രാഗമാണ് വായിക്കുന്നതെന്ന്. അതുപോലെ ഭഗവാന് തോന്നുമ്പോ, അത് എപ്പോഴാണോ അത് നോട്ട് മാറ്റണമെന്ന് ഭഗവാൻ ചിന്തിക്കുന്നത്, അപ്പോഴ് ആ രാഗത്തിന്റെ നോട്ടുകൾ, മ്യൂസിക്കൽ നോട്ടുകൾ ഭഗവാൻ അത് മാറ്റുകയും ചെയ്യും. അത് ഭഗവാന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ അത് കേൾക്കുമ്പോഴാണ് ബ്രഹ്മാവ് ചിന്തിക്കുന്നത്, ഇത് ഏത് രാഗമാണ്, ഇത് ഏത് മ്യൂസിക്കൽ നോട്ടാണ് ഭഗവാൻ വായിക്കുന്നത്. അതുപോലെ ഈ ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോൾ നദികള് അതുവരെ വളരെ സ്പീഡിനും വളരെ ആർത്തുലച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന നദികള് ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോൾ അവര് വളരെ ശാന്തരായിട്ട് മാറും. ശാന്തരായി മാറിയിട്ട് അവരുടെ നദികളിലുള്ള താമര പൂക്കൾ ഇങ്ങനെ ഒഴുകി വന്ന് ഭഗവാന്റെ കാൽപാദങ്ങളിൽ അവർ അർപ്പിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ കിളികള്, കുഞ്ഞു കുരുവികള്, ഈ കുരുവികള് നമ്മൾ നോക്കിയാൽ അറിയാം, കുഞ്ഞു കുരുവികൾ ഒരു 10 സെക്കൻഡിനുള്ളിൽ 10 ദിശയിലേക്ക് അവർ തിരിയും. അങ്ങനെയാണ് അവരിങ്ങനെ ചാടി ചാടി പോവും, ഒരിടത്ത് തന്നെ ഉറച്ചു നിൽക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. പക്ഷേ ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോൾ ഒരു സന്യാസി എപ്രകാരമാണോ താൻ ഒരു മെഡിറ്റേഷനിലേക്ക്, അതായത് തീക്ഷ്ണമായ ധ്യാനത്തിലേക്ക് മുഴുകുന്നത്, അതുപോലെ ഈ പക്ഷികളും കണ്ണടച്ചുകൊണ്ട് ആ വേണുഗാനത്തിൽ മുഴുകും എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. അതുപോലെ പശുക്കള്, വൃന്ദാവനത്തിലെ പശുക്കള്
അവരെയും കൊണ്ട് കാട്ടില് പുല്ല് മേയാനായിട്ട് പോകുമ്പോ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പുല്ലുകൾ ഭക്ഷിക്കുകയും അവിടെ എല്ലാം ചിതറി പോവുകയാണ് ചെയ്യുന്നവര്. അവരുടെ ഭക്ഷണം തേടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാന്റെ വേണു എടുത്ത് വേണുഗാനം അതിലൂടെ ആലപിക്കും. അത് കേൾക്കുമ്പോഴത്തേക്കും പലയിടത്ത് നിൽക്കുന്ന പശുക്കളെല്ലാം ഒരുമിച്ച് വന്ന് ഭഗവാൻ മുന്നേ വേണുഗാനവും പാടിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇവരെല്ലാവരും ആ വേണുഗാനം കേട്ട് ഭഗവാന്റെ പുറകെ സഞ്ചരിക്കും. വൃന്ദാവനത്തിലെ ഗോപികമാര്, അതുപോലെ മറ്റ് വ്രജവാസികൾ എല്ലാവരെയും സ്വാധീനിച്ചൊരു വസ്തുവാണ് ഈ ഓടക്കുഴൽ, ഭഗവാന്റെ വേണുഗാനം. അപ്പൊ ഈ ഓടക്കുഴലിന് എങ്ങനെ ഇത് സാധ്യമായി? ഇത്രയും പേരെ സ്വാധീനിക്കാൻ ഭഗവാന്റെ ഉപകരണമാണ്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെ സാധ്യമായി? കേവലം ഒരു ഓടക്കുഴലിന്, അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഭഗവാന്റെ ഉപകരണമായിട്ടും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചും പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ വേണുവിന് ഇത്രയും പ്രാധാന്യം വന്നത്. ഇത്രയും പേരെ സ്വാധീനിക്കാൻ സാധിച്ചത് കൊണ്ടാണ്, ഇത്രയും പേരെ സ്വാധീനിക്കാൻ സാധിച്ചത് ഭഗവാന്റെ ഉപകരണമായും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചും പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇതാണ് ഒരു ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണം എന്നത് ദാമോദര ലീലയാണ്. ദാമോദര ലീലയില് നമുക്ക് എല്ലാവർക്കും അറിയാം ദാമോദര ലീല. അതായത് മാതാവ് ഭഗവാന് വെണ്ണ കടയുവാനായിട്ട്, മാതാവ് ഭഗവാന് കൊടുക്കാനായിട്ട് വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ 3 തരത്തിലാണ് ആചാര്യന്മാർ ഇതിനെ വർണ്ണിക്കുന്നത്. മാതാവ് ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ വെണ്ണ ആ കയറിൽ പിടിച്ചുകൊണ്ട് ആ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാതാവിന്റെ ശ്രദ്ധ, മാതാവിന്റെ കോൺഷ്യസ് ഭഗവാനെ പറ്റി മാത്രമാണ്, ഭഗവാനെ പറ്റിയിട്ട് മാത്രമാണ് മാതാവ് ചിന്തിക്കുന്നത്. അതുപോലെ മാതാവിന്റെ പ്രവൃത്തി ആർക്ക് വേണ്ടിയിട്ടാണ് വെണ്ണ കടയുന്നത്? ഭഗവാന് വേണ്ടിയിട്ടാണ് വെണ്ണ കടയുന്നത്. പിന്നെ മാതാവിന്റെ വായിൽ നിന്ന് വരുന്ന മധുരമൂറുന്ന കീർത്തനം, അത് ഭഗവാനെ പ്രകീർത്തിച്ചിട്ട് കീർത്തനമാണ്. അപ്പൊ ഇവിടെ ആചാര്യന്മാർ പറയുന്നു, ഇവിടെ BMW ആണ് എന്ന് പറയുന്നു. നമ്മൾ BMW കേട്ടിട്ടുണ്ട്. എന്താണ്? ഭൗതിക ലോകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള, വളരെ പൈസ, നല്ല എമൗണ്ട് ഉള്ള ഒരു കാറാണ്, വളരെ വിലയേറിയ ഒരു കാറാണ് BMW. അപ്പൊ ഈ BMW എങ്ങനെയാണ് ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? മാതാവിന്റെ ബോഡി, മാതാവിന്റെ മൈൻഡ്, മാതാവിന്റെ വേർഡ്സ്. മാതാവിന്റെ ശരീരം ഏത് പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? മാതാവ് ഭഗവാന് വേണ്ടിയിട്ട് വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാതാവ് ആ ഒരു സേവയിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ബോഡി. മൈൻഡ്, അതായത് മാതാവിന്റെ അവബോധത്തിൽ ഭഗവാനെ പറ്റി മാത്രമാണ് മാതാവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാവിന്റെ വാക്കുകൾ, മാതാവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അത് മധുരമൂറുന്ന കീർത്തനമാണ്, ഭഗവാനെ പറ്റി പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മാതാവിന്റെ ശരീരവും മാതാവിന്റെ അവബോധവും മാതാവിന്റെ വാക്കുകളും എല്ലാം സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത് BMW. അപ്പോ ഭൗതിക ലോകത്ത് മാത്രമല്ല, ആത്മീയ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ BMW തന്നിട്ടുണ്ട്. അപ്പൊ മാതാവ് ഈ BMW എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളും ഈ BMW എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മുടെ വാക്കുകൾ എല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. മറ്റൊരു രീതിയിലും ഇവയെ വർണ്ണിക്കുന്നുണ്ട്. അതായത് മാതാവ് ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് നന്നായിട്ട് വിയർക്കുന്നുണ്ട്. വിയർത്ത് ഇങ്ങനെ തന്റെ നെറ്റിത്തടത്തിലെല്ലാം ഇങ്ങനെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനെ ആചാര്യന്മാര് സാമീപ്യപ്പെടുത്തുന്നത്, അതായത് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, നമ്മളൊരു തടാകത്തില് താമര ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. താമര വളരെ മനോഹരമാണ് കാണാൻ. അപ്പൊ ആ താമര വിരിഞ്ഞു നിൽക്കുമ്പോ രാവിലെ ആ താമരയുടെ ഇതളുകളിലേക്ക് നോക്കുമ്പോ അതിൽ മഞ്ഞു തുള്ളികൾ കാണാൻ സാധിക്കും. അത് ആ താമരയുടെ മനോഹാരിത, അതിന്റെ ഭംഗി എന്താണോ, അതിന്റെ ശോഭ എന്താണോ അതിനെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അതിനൊരു അലങ്കാരമായി മാറുകയാണ് ചെയ്യുന്ന ആ മഞ്ഞുതുള്ളി. ഇതുപോലെയാണ് ആചാര്യന്മാര് അതിനെ സങ്കല്പിക്കുന്നത്. മാതാവിന്റെ മുഖം, യശോദ മാതാവിന്റെ മുഖം വിരിഞ്ഞു നിൽക്കുന്ന താമരയാണെങ്കിൽ
ആ താമരയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികൾ പോലെയാണ് മാതാവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പ് തുള്ളികൾ. അത് മാതാവിന്റെ ശോഭയെ, മാതാവിന്റെ ആഭയെ, മാതാവിന്റെ ആ ഭംഗിയെ കൂട്ടത്തതേ ഉള്ളൂ. മാതാവിനൊരു അലങ്കാരമായി മാറുകയാണെന്ന് ആചാര്യന്മാർ പറയുന്നു. വീണ്ടും മറ്റൊരു രീതിയിൽ ആചാര്യന്മാർ വർണ്ണിക്കുന്നുണ്ട്. മാതാവ് ആ കോല് വെച്ച് പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചെയ്യുന്ന സമയത്ത് മാതാവിന്റെ കയ്യില് കിടക്കുന്ന വളകൾ, ഈ വളകൾ തമ്മിൽ ഇങ്ങനെ ഉരസുന്നുണ്ട്. ആ കോല് വെച്ചിട്ട് വെണ്ണ കടഞ്ഞെടുക്കുമ്പോ ഈ രണ്ട് കൈകളിലും കിടക്കുന്ന ആ വളകൾ തമ്മിൽ ഇങ്ങനെ ഉരസി ശബ്ദം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ കീർത്തനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കർത്താൾ, അതെ, കൈമണി എന്നും പറയും, കർത്താൾ. അപ്പോ ഈ വളകളുടെ ശബ്ദത്തെ കർത്താളിന് സമമായിട്ടാണ് പറയുന്നത്. ഈ അതുപോലെ വെണ്ണ കടയുന്ന ആ കോല് ചെന്നിട്ട് ആ മൺചട്ടിയിൽ തട്ടിയിട്ട് ഒക്കെ നമ്മൾ കീർത്തനം ചെയ്യുന്ന സമയത്ത് അതായത് മൃദംഗം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ കോല് ചെന്ന് ഈ മൺചട്ടിയിൽ തട്ടുന്ന ആ ശബ്ദത്തെ മൃദംഗത്തിന്റെ താളമായിട്ടാണ് സാമീപ്യപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ മാതാവ് തന്റെ വായിലൂടെ തന്റെ ഭഗവാന്റെ കീർത്തനം, ഭഗവാനെ പറ്റിയിട്ട് കീർത്തനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ പുറമെ ഓൾറൗണ്ട് ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ബാംഗിൾസിൽ നിന്ന്, വളകളിൽ നിന്ന് ഉരസിയിട്ട് കർത്താളിന്റെ ശബ്ദം, ഈ കോല് ചെന്ന് ആ കലത്തിന്റെ അടിയിൽ തട്ടിയിട്ട് ആ മൃദംഗത്തിന്റെ താളം, മാതാവ് നല്ല മാധുര്യമായിട്ട് ഭഗവാന്റെ കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഭഗവാൻ തന്റെ കുഞ്ഞിനെ പറ്റി ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സത്യം പറഞ്ഞ ഒരു സുന്ദരമായ ഒരു കീർത്തനമാണ് അവിടെ നടക്കുന്നതെന്ന് ആചാര്യന്മാര് പറയുന്നു. അപ്പൊ ഈ 3 തരത്തിലാണ് ആ ഒരു പ്രവൃത്തിയെ വർണ്ണിക്കുന്നത്. അപ്പം ഈ സമയത്ത് അല്പം കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ വരുന്നു. ഭഗവാൻ എന്താ ചെയ്തത്? മാതാവിന്റെ വെണ്ണക്കലം ഉടച്ചിട്ട് എന്ത് ചെയ്തു? മാതാവ് അടിക്കാൻ വരുന്നെന്ന് കണ്ടപ്പോഴത്തേക്കും ഭഗവാൻ വെടിയിലേക്ക് ഓടി. അപ്പൊ ഭഗവാൻ മാതാവും പുറകെ ഓടിയപ്പോഴത്തേക്കും ഒരുപാട് ദൂരം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഭഗവാനെ മാതാവ് പിടിക്കുന്നത്. പിടിച്ചിട്ട് എന്താ ചെയ്തത്? ഉരലിൽ കെട്ടിയിടാൻ ശ്രമിക്കുകയാണ്. അപ്പോ മാതാവ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, കയറ് കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എത്ര നീളത്തില് കയറ് കെട്ടിയിട്ടും 2 വിരലിന്റെ നീളത്തിന് സമമായ ഒരു കുറവ് അതിന് വരുവാണ്. 2 വിരൽ നീളത്തിന്റെ കുറവ് ആ കയറിൽ വരുവാണ്. അപ്പൊ മാതാവ് വീണ്ടും അവിടെ ഉള്ള എല്ലാ കയറും കൊണ്ടൊന്ന് കൂട്ടിക്കെട്ടുന്നു. എന്നിട്ട് മാതാവ് ശ്രമിക്കുന്നു. അപ്പോഴും 2 വിരൽ നീളത്തിന്റെ കുറവ് ആ കയറിൽ വരുവാണ്. അപ്പൊ ഇവിടെ ആചാര്യന്മാര് പറയുന്നത്, ഭഗവാന് ബന്ധിക്കപ്പെടണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ യശോദാ മാതാവിന് ഭഗവാനെ ബന്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഭഗവാനെ ഒന്ന് ഡിസിപ്ലിൻ പഠിപ്പിക്കണം, ഒരു മര്യാദ എന്താണെന്നൊന്നും പഠിപ്പിക്കണം, അത്രേ മാതാവ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോ ഭഗവാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാതാവിനെ. മാതാവ് എന്തെല്ലാമാണ് ചെയ്തത്? ഭഗവാന് വേണ്ടിയാണ് സേവ ചെയ്തത്. ഭഗവാന് വേണ്ടി വെണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മാതാവ്. പിന്നെ മാതാവിന് ഭഗവാനോടുള്ളത് അളവിൽ കുറഞ്ഞ സ്നേഹമാണ്. അളവ് എന്തെന്ന് പറയാൻ പറ്റാത്തത്ര സ്നേഹമാണ് മാതാവിനുള്ളത്. അതുപോലെ മാതാവിന് ഭഗവാനോടുള്ള അർപ്പണ മനോഭാവം അതും വളരെ അധികമാണ്. മാത്രമല്ല മാതാവിന്റെ പ്രവൃത്തി, ഭഗവാന് വേണ്ടി ചെയ്യാനുള്ള ആ ഒരു മനസ്സ്, അതെല്ലാം മാതാവിനുണ്ട്. ഇപ്പം ഭഗവാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാതാവ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഭഗവാന് മനസ്സിലായി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു എങ്കിൽ തന്റെ മാതാവിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് ഭഗവാനും ധരിക്കുന്നു. അങ്ങനെയാണ് മാതാവിന് ഭഗവാനെ ബന്ധിക്കാൻ സാധിച്ചത് എന്ന് ആചാര്യന്മാര് പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നിസ്വാർത്ഥമായ ഭക്തി, നിസ്വാർത്ഥമായ സേവന മനോഭാവം, ആത്മാർത്ഥമായ പ്രവർത്തനം, ആത്മാർത്ഥമായ പരിശ്രമം. ഇത് 3ഉം മാതാവിനുണ്ട്. ആത്മാർത്ഥമായ സേവന മനോഭാവം, ഭഗവാന് വേണ്ടിയിട്ടാണ് മാതാവ് ആ വെണ്ണ കടഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് മാതാവിന്റെ സേവന മനോഭാവം. ആത്മാർത്ഥമായ ഭക്തി, തന്റെ കുഞ്ഞ് പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മാതാവിന് അറിയത്തില്ല. പക്ഷേ
മാതാവ് വിഷ്ണു ഭക്തിയാണ്, ഭഗവാന്റെ ഭക്തിയാണ്. ആ ആത്മാർത്ഥമായ ഭക്തി, പിന്നെ പരിശ്രമം. മാതാവിനെ ഒരുപാട് ഭഗവാനിട്ട് ഓട്ടിച്ചു. അതുപോലെ മാതാവ് കയറ് കെട്ടാൻ ഒരുപാട് പരിശ്രമിക്കുന്നു. അപ്പം ആത്മാർത്ഥമായ പരിശ്രമം, ഇത് മൂന്നും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനൊത്തും ഭഗവാൻ പ്രവർത്തിക്കും എന്ന് ആചാര്യന്മാര് പറയുന്നു. അപ്പൊ അത് കഴിഞ്ഞ് മാതാവ് വീടിനകത്തേക്ക് പോകുന്നു. അപ്പൊ ആ സമയത്താണ് ഭഗവാൻ നോക്കുമ്പോ രണ്ട് അർജുന വൃക്ഷങ്ങൾ, യമലാർജുന വൃക്ഷങ്ങൾ, ഈ രണ്ട് വൃക്ഷങ്ങളെ കാണുന്നു. ഭഗവാൻ ഈ ഉരലും വരിച്ചുകൊണ്ട് ആ വൃക്ഷങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ ഈ പോയ സമയത്ത് അവിടെ ചെന്നിട്ട് ഭഗവാൻ അതിന്റെ ഇടയ്ക്കൂടെ, ആ രണ്ട് വൃക്ഷങ്ങളുടെ നടുക്കൂടെ സഞ്ചരിച്ച സമയത്ത് ആ തടിയുടെ ഉരല് ആ രണ്ട് വൃക്ഷങ്ങളുടെ അറ്റത്തായിട്ട് തട്ടുന്നു. അപ്പോ ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ സാധാരണ നമ്മുടെ വീട്ടുകളിൽ ഉപയോഗിക്കുന്ന കയറാണ് ഭഗവാനെ ബന്ധിക്കാൻ മാതാവ് ഉപയോഗിച്ചത്. ആ കയറിലേക്ക് വളരെ ആ രണ്ട് വൃക്ഷങ്ങളും കടപുഴകി വീഴത്തക്ക രീതിയിലുള്ള ബലമാണ് ഭഗവാൻ പ്രയോഗിക്കുന്നത്. അത്രയും പ്രയോഗിച്ച് ആ രണ്ട് വൃക്ഷങ്ങളും അവിടേക്കും അപ്പുറത്ത് രണ്ട് സൈഡുകളിലായിട്ട് കടപുഴകി വീഴുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന കയറ്, ആ കയറിന് ഒരു പരിധിക്കപ്പുറം, അതായത് ആ കയറിന് താങ്ങാവുന്നതിനപ്പുറം ബലം അതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പൊട്ടും. നമ്മൾ ആയാലും തന്നെ തുണി വിരിക്കാനൊക്കെ നമ്മൾ കയർ ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് വെയിറ്റ് അതിന് താങ്ങാവുന്നതിനപ്പുറം നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ആശ പൊട്ടിപ്പോവും. ഇവിടെ ആ കയറില് ബലം പ്രയോഗിച്ചിട്ട് രണ്ട് വൃക്ഷങ്ങൾ, അതും ആ എത്രയോ യുഗങ്ങളായിട്ടാണ് ആ വൃക്ഷങ്ങൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള രണ്ട് വൃക്ഷങ്ങളാണ് അവിടെ കടപുഴകി വീഴുന്നത്, നിസ്സാരമായ കയറുകൊണ്ടും ആ തടി കൊണ്ട് നിർമ്മിച്ച ആ ഉരലുകൊണ്ടും. അപ്പോ ആ ഉരലിനും ആ കയറിനും അത് എങ്ങനെ സാധ്യമായി? കാരണം അത് ആരെടുത്താ ഉള്ളത്? ഭഗവാന്റെ അടുത്താണുള്ളത്. ഭഗവാന്റെ ഉപകരണമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ആരുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ കയറിനും ആ തടി കൊണ്ട് നിർമ്മിച്ച ആ ഉരലിനും അത് സാധ്യമായത്. സാധാരണ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, സാധാരണ ഒരു കയറിനും ഒരു തടി കൊണ്ട് നിർമ്മിച്ച ഉരലിനും ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണോ ഇവർ രണ്ടുപേരും ചെയ്തത്? അല്ല. അവർക്ക് എത്രത്തോളം രണ്ട് വൃക്ഷങ്ങളെ കടപുഴകി വീഴ്ത്തുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. പക്ഷെ ഭഗവാൻ അതിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്, ഭഗവാന്റെ ഉപകരണമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർക്കത് സാധ്യമായത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഭഗവാന്റെ ഉപകരണം, അതായത് ഉപകരണം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അസാധ്യമായ പലതും നമുക്ക് ജീവിതത്തിൽ സാധ്യമാക്കി എടുക്കാൻ പറ്റും. നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇത്ര കഴിവുണ്ട് എന്നൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിന്റെ ക്രെഡിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാണ്? അത് ഭഗവാൻ അവകാശപ്പെട്ടതാണ്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മേന്മ ഉണ്ടാകുകയാണെങ്കിൽ അത് എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ പ്രവൃത്തി കൊണ്ടാണ്, എന്റെ ഗുണം കൊണ്ടാണ്, ഒരിക്കലും അല്ല. അതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ക്രെഡിറ്റ് ഭഗവാന് കൊടുക്കണം. അപ്പൊ അതുപോലെ ഈ ഉപകരണമായി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധികൾ വരുമ്പോ, പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നമ്മള് പറയും, എന്തിനാ ഭഗവാനെ എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചത്, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്, എനിക്ക് മാത്രം എന്താ ദുഃഖം തരുന്നത്, ഇത്രയും പ്രതിസന്ധികൾ തരുന്നത് എന്നും ചോദിക്കും. പക്ഷെ നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടോ? ഇല്ല. എന്തിനാ എനിക്ക് ഇത്രയും സന്തോഷം തരുന്നത്, എന്തിനാ എനിക്ക് മാത്രം ഇത്രയും സന്തോഷം തരുന്നത്, അത് നമ്മൾ ചോദിക്കാറില്ല. പക്ഷെ പ്രതിസന്ധി വരുമ്പോ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ ഭഗവാനാണ് കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ ഭക്തന്മാരുടെ ഉദാഹരണങ്ങളുണ്ട്, അനേകം ഉദാഹരണങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഭഗവാനോട് അടുക്കാനുള്ള അവസരമാക്കി മാറ്റിയ അനേകം ഭക്തന്മാരുടെ ഉദാഹരണങ്ങളുണ്ട്. അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ
പരീക്ഷിത് മഹാരാജാവ്. പരീക്ഷിത് മഹാരാജാവിനെ സമീക ഋഷിയുടെ പുത്രൻ ശൃംഗി ശപിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം ഒരു രാജാവാണ്, പരീക്ഷിത് മഹാരാജാവ് ഒരു രാജാവാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടും തിരിച്ചതിന് പ്രതികരണം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന് മനസ്സിലായി തനിക്കിനി 7 ദിവസം മാത്രമേ ഉള്ളൂ, താൻ ഇനി 7 ദിവസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആ 7 ദിവസവും ഭാഗവത ശ്രവണമാണ് ചെയ്തത്. ആ 7 ദിവസവും അദ്ദേഹം ഭഗവാനോട് കൂടുതലായി അടുക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു, നമ്മൾ എങ്ങനെ അതിനോട് നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്, അതിനനുസരിച്ച് കിട്ടും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതിപ്രവർത്തനം. അതുപോലെ ഒന്നാമത്തെ സ്കന്ധത്തിൽ നോക്കുവാണെങ്കിൽ നാരദ മഹർഷിയുടെ രണ്ടാമത്തെ ജന്മം ആഴത്തിൽ അതിൽ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു 5 വയസ്സുള്ള ഒരു ബാലകനായിട്ട് ഒരു മെയ്ഡ് സെർവന്റിന്റെ, ഒരു വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മകനായിട്ട് ജനിച്ച ആ രണ്ടാമത്തെ ജന്മത്തെ പറ്റി പറയുന്നുണ്ട്. അതില് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് അമ്മ മാത്രമാണ്. ഈ അമ്മയും മകനും കൂടി എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവര് ഋഷിമാരെ സേവിക്കാൻ ഒരു അവസരം ഈ 2 പേർക്കും അവർക്ക് കിട്ടിയപ്പോ ഈ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിന് കളിയിലോ ചിരിയിലോ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികളുടെ ആ ഒരു രീതിയൊന്നും ആയിരുന്നില്ല. ആ കുട്ടി ആ ഋഷിമാരെ സേവിക്കുകയും അവർക്ക് പൂജ ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം പൂജാദ്രവ്യങ്ങളാണോ അവർക്ക് ആവശ്യമുള്ളത് അതിനൊക്കെ അവരെ സഹായിക്കുകയും അവർ കൂട്ടം കൂടി ഇരുന്ന് ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അത് ശ്രവിക്കുകയും അതുപോലെ പ്രസാദം അവർക്ക് സെർവ് ചെയ്യുകയും അവർ കഴിച്ച മഹാപ്രസാദത്തിന്റെ ബാക്കി സേവിക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു. അവര് ഒരു ചാതുർമാസ്യം കഴിഞ്ഞ് അവര് അവിടെ നിന്ന് പോകുമ്പോൾ ആ കുട്ടിയെ അനുഗ്രഹിച്ചിട്ടുമാണ് പോകുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ദിവസം അതായത് ഈ കുട്ടിയുടെ 5 വയസ്സുള്ള കുട്ടിയുടെ അമ്മ പശുവിനെ കറക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും, പാല് കറക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ഒരു സർപ്പം ദംശിച്ച് ആ കുട്ടിയുടെ അമ്മ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഒരു 5 വയസ്സുള്ള ബാലകൻ, ജീവിതം എന്തെന്ന് ആ കുഞ്ഞിന് അറിയത്തില്ല, എന്താണ് എങ്ങനെ ഒന്നും അറിയത്തില്ല, ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയം മാതാവ് മാത്രമാണ്. പക്ഷെ എന്നിട്ടും ഭഗവാൻ എന്തുകൊണ്ട് ആ കുഞ്ഞിനോട് ഇത്രയും ക്രൂരത ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ആ കുട്ടി ചിന്തിച്ചത് എന്താണ്? ആ കുട്ടി അവിടുന്ന് ആ വീട് വിട്ടിട്ട് മൊത്തം ഭഗവാനിലേക്ക് മുഴുകാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷനിലേക്ക്, ആ ധ്യാനത്തിലേക്ക്, ഭഗവാനെ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. മൂന്നാമത്തെ സ്കന്ധത്തില്, ഭാഗവതത്തിന്റെ 3-ാമത്തെ സ്കന്ധത്തില് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് വിതുരരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വിതുരര് ആരാണ്? ഹസ്തിനപുരത്തിന്റെ മന്ത്രിയാണ്. അപ്പോ വിതുരര് വന്നിട്ട് ധൃതരാഷ്ട്രോട് പറയും, പാണ്ഡവര് അവരുടെ ഇത് കഴിഞ്ഞിട്ട്, അതായത് അവരുടെ എക്സൈൽ, ആ വനവാസം കഴിഞ്ഞ് തിരികെ എത്തി. അപ്പോ ഇനി അവർക്ക് അവകാശപ്പെട്ടത് എന്താണോ അതിന് അവർക്ക് കൊടുക്കേണ്ട സമയമായി എന്ന് പറയും. അപ്പം ധൃതരാഷ്ട്രത കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം യാതൊരുവിധ മറുപടിയും അദ്ദേഹം അതിന് പറയുന്നില്ല. എന്നിട്ട് ഇത് കേൾക്കുമ്പോ ധൃതരാഷ്ട്രം ഒന്നും മിണ്ടാതിരിക്കുമ്പോഴത്തേക്കും വിതുരര് പറയും, അവിടുത്തെ പുത്രൻ ഈ കുലത്തിന്റെ നാശത്തിന് വേണ്ടിയിട്ടാണ് ജനിച്ചത്. തീർച്ചയായും അവിടുത്തെ പുത്രൻ ഈ കുലത്തിന്റെ നാശത്തിന് കാരണമാകും. ആ വ്യക്തി എങ്ങനെയാണ് ഹസ്തിനപുരം ഭരിക്കുക, ഹസ്തിനപുരത്തിന്റെ ഭാവി രാജാവാകുക? കാരണം ആ ദുര്യോധനന് ഭഗവാനെ വിലയില്ല, അതായത് ഭഗവാനോട് ഭക്തിയില്ല, ഭഗവാന്റെ ഭക്തന്മാരെയും അത്രയും ഒരു ബഹുമാനമില്ലാതെയാണ് കാണുന്നത്. ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും, ഭഗവാനെ യാതൊരുവിധ വിശ്വാസങ്ങളുമില്ല. അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയാണ് നാളെ ഹസ്തിനപുരത്തിന്റെ രാജാവാകുന്നത്? ഹസ്തിനപുരത്തിന്റെ ഭാവി എന്തായിരിക്കും അങ്ങനെ ഒരു രാജാവിനെ ഹസ്തിനപുരത്തിന് കിട്ടിയാല്? എന്നിട്ട് പറയും, അങ്ങേക്ക് ഓർമ്മയില്ലേ, ഭീമൻ അവിടുത്തെ 100 പുത്രന്മാരെയും വധിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്തൊരു നാശമായിരിക്കും കുരുവംശത്തിന് സംഭവിക്കാൻ പോവുക? അപ്പൊ
അദ്ദേഹം ആ ഒരു ശപഥം എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഭീമൻ 100 പുത്രന്മാരെ വധിക്കുമെന്ന ശപഥം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം അത് ചെയ്യും. ഭീമൻ അത് ചെയ്യുക തന്നെ ചെയ്യും. എന്തിനാണ് ആ ഒരു നാശത്തിലേക്ക് പോകുന്നത്? അവിടുത്തെ പുത്രനോട് ആ പുത്രനെ പറഞ്ഞ് മനസ്സിലാക്കൂ എന്നൊക്കെ വിതുരര് ധൃതരാഷ്ട്രോട് പറയും. അപ്പൊ ഈ ഒരു സന്ദർഭത്തിലേക്കാണ് ആര് കടന്നു വരുന്നത്? ദുര്യോധനൻ കടന്നു വരുന്നത്. ദുര്യോധനൻ ഇത് കേട്ടിട്ട് ദുര്യോധനൻ പറയും, ഈ ദാസിപുത്രൻ എങ്ങനെ ധൈര്യം വന്നു? നമ്മളെ ഉപദേശിച്ചിട്ട് നമ്മുടെ ശത്രുപക്ഷത്തിനൊപ്പം നിൽക്കാനുള്ള ധൈര്യം എങ്ങനെ വന്നു? നമ്മുടെ ശത്രുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം എങ്ങനെയാണ് ഈ ദാസിപുത്രന് വന്നത് എന്ന് ദുര്യോധനൻ ചോദിക്കുകയാണ്. വിതുരർ ആരാണ്? വിതുരർ ശരിക്കും ഹസ്തിനപുരത്തിന്റെ മന്ത്രിയാണ്. പക്ഷേ വിതുരര് ദുര്യോധനന്റെ ആരാണ്? അച്ഛന്റെ അനുജനാണ്, ഇളയച്ഛനാണ്, അതായത് പിതാവിന് തുല്യനാണ്. പക്ഷേ ദുര്യോധനൻ വിതുരരെ സംബോധന ചെയ്ത എന്താണ്? ദാസിപുത്രനാണ്. ഈ ദാസിപുത്രൻ എങ്ങനെ ധൈര്യം വന്നു? അങ്ങനെയാണ് ദുര്യോധനൻ ചോദിക്കുന്നത്. അപ്പോ ദുര്യോധനൻ യാതൊരു മര്യാദയില്ലാതെ, ഒരു ബഹുമാനമില്ലാതെയുമാണ് വിതുരരോട് സഹകരിച്ചത്. ഇതെല്ലാം ധൃതരാഷ്ട്രർക്ക് കണ്ണു കാണാൻ പറ്റത്തില്ല, അന്ധനാണ്. പക്ഷേ ധൃതരാഷ്ട്രർക്ക് കേൾക്കാം ദുര്യോധനൻ എന്താണ് സംസാരിക്കുന്നത്, ഏതൊരു ആറ്റിറ്റ്യൂഡിലാണ് വിതുരരോട് സംസാരിക്കുന്നത് എന്നൊക്കെ ധൃതരാഷ്ട്രർക്ക് കേൾക്കാം. പക്ഷെ ധൃതരാഷ്ട്രർ ഒരു വാക്കും മിണ്ടുന്നില്ല. എന്നിട്ട് ദുര്യോധനൻ പറയാണ് വിതുരരോട്, ഇനി നിങ്ങളെ ഹസ്തിനപുരത്തിന് ആവശ്യമില്ല. ഇനി നിങ്ങൾ ഹസ്തിനപുരത്ത് നിൽക്കേ വേണ്ട. ഈ നിമിഷം തന്നെ നിങ്ങളെ നിഷ്കാസനം ചെയ്തിരിക്കുന്നു. വിതുരര് ഇതൊരു അവസരമായിട്ടാണ് കണ്ടത്. എന്തിനെന്നാൽ ഹസ്തിനപുരത്ത് തുടർന്നിരുന്നു എങ്കിൽ ഒരു മന്ത്രിയുടെ ജോലി എന്താണ്? അതായത് ആ രാജ്യത്തിന്റെ മേന്മയ്ക്കും ആ രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടിയിട്ട് രാജാവിനെയും ഭാവി രാജാവിനെയും, അതായത് വരാൻ പോകുന്ന, അതായത് ദുര്യോധനനെയും സംരക്ഷിക്കുക, അവർക്ക് വേണ്ടത്, രാജ്യത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്തു കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്ത് പുറകെ നിൽക്കുന്ന ആ ഒരു രീതിയാണ് മന്ത്രി. അപ്പൊ അത്രയും ഒരു ഉത്തരവാദിത്വമാണ് വിതുരർക്കുള്ളത്. അപ്പൊ ആ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് വിതുരർ മാറിയത്. അപ്പം അവിടെ തുടർന്നിരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ഇതിനു വേണ്ടി ഈ ഒരു ഹസ്തിനപുരത്തിനും ഹസ്തിനപുരത്തിന്റെ രാജാവായ ധൃതരാഷ്ട്രർക്കും ധൃതരാഷ്ട്രയുടെ പുത്രന് വേണ്ടിയിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടി അദ്ദേഹത്തിന് അവിടെ നിൽക്കേണ്ടി വന്നേനെ, അല്ലെങ്കിൽ സേവനം ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങിയപ്പോ അദ്ദേഹം നേരെ തീർത്ഥാടനത്തിനാണ് പോയത്. അദ്ദേഹത്തിന്റെ മുഴുവൻ സമയവും അദ്ദേഹം വ്യക്തിഗത സേവനത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത്. ഭഗവാന് വേണ്ടി സേവനം ചെയ്യാനാണ് അദ്ദേഹം മാറ്റിവെച്ചത്. ഭഗവാന്റെ കഥകൾ കേൾക്കുകയും അങ്ങനെയുള്ള ധാമിൽ പോവുകയും തീർത്ഥാടനം നടത്തുകയും, അതായത് ഫുൾ ആ ഒരു ഓരോ നിമിഷവും വ്യക്തിഗത സേവനത്തിനായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഹസ്തിനപുരത്ത് തുടർന്നിരുന്നു എങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിനത് സാധ്യമാകുമായിരുന്നില്ല. അപ്പോ ദുര്യോധനൻ കാരണം വിതുരർക്ക് രാജ്യവും നഷ്ടപ്പെട്ടു, ഐശ്വര്യവും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ വിതുരർ അതിനോട് പ്രതികരിച്ചോ? ഏതെങ്കിലും തരത്തിൽ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, നീയാണ് എനിക്ക് എല്ലാം നഷ്ടപ്പെടുത്തിയത്, ആ ഒരു തരത്തിൽ പ്രതികരിച്ചില്ല. വിതുരര് നേരെ അതൊരു അവസരമായി കണ്ടുകൊണ്ട് ഭഗവാന്റെ സേവനത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുപോലെ ഇതേ സംഭവം തന്നെയാണ് രാമായണത്തില്. വിഭീഷണൻ രാവണനോട് പല പ്രാവശ്യം പറഞ്ഞു, രാമചന്ദ്രമൂർത്തി വളരെ കരുണാമയനാണ്, അദ്ദേഹം കാരുണ്യവാനാണ്, ഇനിയും സമയമുണ്ട്, അവിടുന്ന് സീതാദേവിയെ തിരികെ നൽകി അദ്ദേഹത്തിനോട് ശരണാഗതി പ്രാപിച്ചാലും അഭയം പ്രാപിച്ചാലും അദ്ദേഹം ക്ഷമിക്കും അവിടത്തോട്, തീർച്ചയായും അദ്ദേഹം കാരുണ്യവാനാണെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. പക്ഷേ രാവണൻ തയ്യാറായില്ല. അതിൽ ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, രാവണൻ അധർമ്മിയായിരുന്നു. അത് കാരണം തന്നെ ലങ്കയിലും മൊത്തവും അധർമ്മം തന്നെയായിരുന്നു. പക്ഷേ വിഭീഷണൻ ധർമ്മമാർഗത്തിലേക്ക് പോകുന്ന വ്യക്തിയായിരുന്നു. രാവണൻ അധർമ്മ മാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തിയായിരുന്നു എങ്കിൽ വിഭീഷണൻ ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോ രാവണന്റെ അധർമ്മത്തെ ബാലൻസ് ചെയ്തത് വിഭീഷണന്റെ ധർമ്മമാണ്. വിഭീഷണൻ എപ്പോ ആ ലങ്കയിൽ നിന്ന് പടിയിറങ്ങിയോ അപ്പോഴത്തേക്കും ലങ്ക മുഴുവൻ അധർമ്മത്തിൽ മുങ്ങി. അപ്പോ തന്റെ അനുജൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളേറെ, തന്നോട് കൂറുള്ളതിനേക്കാളേറെ
തന്റെ ശത്രുപക്ഷത്തിനോടാണ് കൂറ് എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും രാവണൻ എന്ത് ചെയ്തു? വിഭീഷണനെ നിഷ്കാസനം ചെയ്തു, രാജ്യത്ത് നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിനും തന്റെ രാജ്യവും തന്റെ സമൃദ്ധിയും എല്ലാം വിട്ടിട്ട് അവിടുന്ന് പോകേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം ഒരു വാക്ക് പോലും മിണ്ടിയില്ല. അദ്ദേഹം നേരെ എന്ത് ചെയ്തു? ഭഗവാന്റെ അടുത്ത് ചെന്ന് അഭയം പ്രാപിച്ചു, ഭഗവാനെ ശരണം പ്രാപിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട്, ആ യുദ്ധത്തിന് വേണ്ടിയിട്ട്, രാക്ഷസ വാനര യുദ്ധത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സേവനം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോ ഇദ്ദേഹം ഭഗവാന്റെ അടുത്ത് വന്നിട്ട് അഭയം പ്രാപിക്കുമ്പോൾ ഇദ്ദേഹം രണ്ട് കൈകളും വെച്ച് മുൻപോട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് തല തറയിൽ തട്ടിച്ചിട്ട് രണ്ട് കാലും ഇങ്ങനെ, രണ്ട് കാൽപാദങ്ങളും ഇങ്ങനെ ക്രോസ് ആക്കി വെക്കുക ചെയ്യുന്നത്. ഒരു കാൽപാദത്തിന് മേളില് ഒരു കാൽപാദം. അപ്പം ഇതൊക്കെ കണ്ടിട്ട് വാനരന്മാരെ ആശ്ചര്യത്തോടെ നോക്കുന്നത്. കാരണം അവർ ഇങ്ങനെ ഭഗവാനെ നമസ്കരിക്കുന്ന കണ്ടിട്ടേ ഇല്ല. ഇങ്ങനൊരു നമസ്കാരം ഒരു ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. മുൻപില് രണ്ട് കൈകളും വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാൽപാദങ്ങൾ രണ്ടും ഇങ്ങനെ ക്രോസ് ആക്കി വെച്ചുകൊണ്ട് ഒന്നിനു മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് നമസ്കരിക്കേണ്ട ആവശ്യം എന്താണ്? എന്താണ് അതിന്റെ പ്രാധാന്യം? അപ്പൊ നമ്മൾ നമസ്കരിക്കുമ്പോ, ഭഗവാനെ നമസ്കരിക്കുമ്പോഴ് രണ്ട് കൈകളും നമ്മൾ മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത് ശരണാഗതിയാണ്. ഭഗവാനെ അഭയം പ്രാപിച്ചതിന്റെ ശരണാഗതി, ആ സൂചനയാണ്. പക്ഷെ രണ്ട് കാൽപാദങ്ങളും നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുമ്പോ അതിന്റെ അർത്ഥം എന്തെന്നാൽ, ഭഗവാനെ ഞാൻ അവിടുത്തെടുത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അവിടുത്തെ ചരണങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്കിനി ഇവിടുന്ന് ചലിക്കാനേ സാധിക്കില്ല. ഞാൻ അവിടുത്തെടുത്ത് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ആ രണ്ട് കാലും ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. രണ്ട് കാൽപാദങ്ങളും ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. അതാണ് പറയുന്നത്, ഞാന് അവിടുത്തെ അടുത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എനിക്ക് ഇവിടെ നിന്ന് ചലിക്കാൻ പറ്റില്ല. അവിടുന്ന് മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. അപ്പോ വിഭീഷണന്റെ പ്രവൃത്തി നോക്കൂ. അദ്ദേഹം സ്വന്തം രാജ്യത്ത് നിന്ന് നിഷ്കാസിതനായി, അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം പോയി ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ചു. ഞാൻ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ, ഞാൻ ഇവിടത്തേക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മറ്റൊരു തരത്തിലുള്ള ബന്ധപ്പെടലിനോടും, അതായത് മറ്റൊരു തരത്തിനോടുള്ള ആഗ്രഹങ്ങളോടും അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം ഭഗവാന്റെ അടുത്ത് ബന്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതും ആ ഒരു വിപരീത സാഹചര്യത്തില്, ആ ഒരു എല്ലാം നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയിൽ ആരുമായി ബന്ധം സ്ഥാപിക്കാനാണ്? അതൊരു അവസരമായി കണ്ടുകൊണ്ട് ആർക്ക് വേണ്ടി സേവനം ചെയ്യാനാണ് അദ്ദേഹത്തിന് താല്പര്യം? ഭഗവാന് വേണ്ടി സേവനം ചെയ്യാനാണ് താല്പര്യം. അപ്പോ നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്ന കാര്യം വളരെ പ്രാധാന്യമാണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, പ്രതിപ്രവർത്തനം. അപ്പോ നമ്മൾ വിതുരരെ നോക്കിയാലും രാമായണത്തിലെ വിഭീഷണനെ നോക്കിയാലും ആ യുദ്ധത്തിന് ശേഷം, അതായത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? കുരുവംശത്തിന് എന്താണ് സംഭവിച്ചത്? നാശമാണ് സംഭവിച്ചത്. കുരുവംശം നശിക്കുകയാണ് ചെയ്തത്. രാക്ഷസ വാനര യുദ്ധത്തിന് ശേഷം അസുരന്മാർക്ക് എന്താണ് സംഭവിച്ചത്? അവിടെയും നാശമാണ് സംഭവിച്ചത്. പക്ഷേ ഭഗവാൻ എന്താണ് ചെയ്തത്? ഭഗവാന്റെ പ്ലാൻ എന്തായിരുന്നു? അല്ലെങ്കിൽ ഭഗവാൻ എന്താ ചെയ്തത്? രണ്ടിടത്തും തങ്ങളുടെ ഭഗവാന്റെ രണ്ട് ഭക്തന്മാരുണ്ടായിരുന്നു. ആ നാശങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് രണ്ട് ഭക്തന്മാരെയും ഭഗവാൻ അവിടുന്ന് മാറ്റി. ആ കുരുവംശം നശിക്കുന്നതിന് മുമ്പ് വിതുരരെ അവിടുന്ന് മാറ്റി. ആ രാക്ഷസ വംശം നശിക്കുന്നതിന് മുൻപ് വിഭീഷണനെ അവിടുന്ന് മാറ്റി. അപ്പോ ഭഗവാൻ അറിയാം, ഭഗവാൻ പറയാതെ പറയുന്നു, എന്ത്? വിതുര, ആ ഹസ്തിനപുരം നിനക്ക് ശാശ്വതമല്ല. വിഭീഷണ, ആ ലങ്ക നിനക്ക് ശാശ്വതമല്ല. അപ്പോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നാൽ ഭഗവാൻ നമ്മളോട് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് എന്തോ അത് നമുക്ക് കിട്ടിയില്ല എങ്കിൽ ഭഗവാൻ നമ്മളോട് പറയുന്നു, ഇത് നിനക്ക് ശാശ്വതമല്ല. അപ്പൊ നമ്മൾക്ക് വേണ്ടി പലതും ജീവിതത്തിൽ ആഗ്രഹിക്കും. നമ്മൾ പറയാറുണ്ട്, ഞാൻ ഒരുപാട് ശ്രമിച്ചു, എനിക്ക് കിട്ടിയില്ല. ഒരു പക്ഷേ അത് നമുക്ക് യോജിച്ചതായിരിക്കത്തില്ല, അത് നമുക്ക് ശാശ്വതമായിരിക്കില്ല.
ഒരു കാര്യം നമുക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്കത് ജീവിതത്തിൽ യാതൊരുവിധ പ്രയോജനവും ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് നമുക്ക് ശാശ്വതമല്ല എന്ന് ശാശ്വതമല്ലെങ്കിൽ അതുകൊണ്ട് എന്താ നേട്ടം? അപ്പൊ നമുക്ക് ജീവിതത്തിൽ ശാശ്വതമായത് എന്താണെന്ന് നമ്മളെക്കാളേറെ ആർക്കറിയാം? ഭഗവാൻ അറിയാം. അപ്പൊ ഭഗവാന്റെ ഇച്ഛ, ഭഗവാന്റെ ആഗ്രഹം, ഭഗവാന്റെ പ്ലാനിനെ നമ്മൾ ജീവിതത്തിൽ അംഗീകരിക്കുക. ഈ ഭക്തന്മാർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഭഗവാനോട് കൂടുതൽ അടുക്കാനായിട്ടുള്ള അവസരമായിട്ടാണ് കണ്ടത്. അപ്പൊ ഇംഗ്ലീഷിൽ ഒരു കൊട്ടേഷൻ ഉണ്ട്, ആൻഡ് ഒപ്റ്റിമസ് സീസ് ഓപ്പർച്യൂണിറ്റി ഇൻ എവറി ഡിഫിക്കൽട്ടി എന്ന്. അതായത് ഒരു ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളെയും അവസരമായിട്ടേ കാണത്തുള്ളൂ. അത് അത് നമ്മൾ ആ പ്രതിസന്ധിയെ സമീപിക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും. അപ്പോ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞാലും, അതായത് നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളെ ഇങ്ങനെ തരണം ചെയ്യണം, അതായത് അതെല്ലാം അവസരമാക്കി എടുക്കണം എന്ന് പറഞ്ഞാലും നമുക്കത് എങ്ങനെ സാധ്യമാക്കാൻ പറ്റും? എങ്ങനെയാണ് നമുക്കത് ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പ്രവർത്തിക്കാൻ സാധ്യമാവുക? നിത്യം ഭാഗവത സേവയ, സ്ഥിരമായി ഭാഗവത ശ്രവണം. കാരണം ഭാഗവതത്തിൽ എന്താണുള്ളത്? ഭഗവാന്റെ ഭക്തന്മാരുടെ കഥയാണ്. ഈ പറഞ്ഞ ഓരോന്നും, ഇതിനപ്പുറം അംബരീഷ മഹാരാജാവ്, കുന്തി ദേവി, അങ്ങനെ അനേകം, പ്രഹ്ലാദ് മഹാരാജാവ്, ധ്രുവ മഹാരാജാവ്, ഇവരെല്ലാവരും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളെ ഭഗവാനോട് അടുക്കാനുള്ള അവസരമാക്കി മാറ്റിയവരാണ്. അപ്പൊ നിത്യം ഭാഗവത സേവയ, നിത്യമായി നമ്മൾ ഭാഗവതം ശ്രവിക്കുമ്പോൾ നമ്മളുടെ അവബോധം, നമ്മുടെ ബോധത്തില് ആ ഒരു മെച്യൂരിറ്റി, അതായത് പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് ഭഗവാനോടുള്ള അടുക്കാനുള്ള അവസരമാണ്. തീർച്ചയായും അതിൽ ഭഗവാന്റെ കരങ്ങളുണ്ട്. അത് നമ്മളെ ഭഗവാൻ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോ നമ്മൾ തന്നെ ചിന്തിക്കും, എന്തിനാ എന്നോട് ഇത്രയും ക്രൂരത കാണിച്ചത്, അല്ലെ എന്തിനാണ് എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വയം പറയും, അന്ന് അങ്ങനെ സംഭവിച്ചത് എന്ത് നന്നായി, വളരെ നന്നായി എന്ന് നമ്മൾ തന്നെ ചെയ്യും. അതാ പറയുന്നത്, നമുക്ക് ശാശ്വതമായത് എന്തെന്ന് നമ്മളെക്കാളേറെ ഭഗവാന് നന്നായിട്ട് അറിയാം. നിത്യമായി നമ്മള് ഭാഗവതം ശ്രവിക്കുമ്പോൾ, ഭാഗവത ശ്രവണത്തിലൂടെ നമ്മുടെ അവബോധം ഈ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തും. നമ്മളുടെ മനസ്സ് സ്വമേധയാ അതിന് പാകപ്പെടും. അതാണ് പറഞ്ഞത് നിത്യം ഭാഗവത സേവയ. നമ്മളെപ്പോഴും ഭാഗവത ശ്രവണം, ഭഗവാന്റെ ഭക്തന്മാരെ പറ്റിയിട്ടുള്ള ഈ പറഞ്ഞ കഥകൾ അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പ്രതിസന്ധികൾ ഓരോന്നും ഭഗവാനോട് അടുക്കാനുള്ള അവസരമാണ്. ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുകയാണ്. നമുക്ക് ശാശ്വതമായത് എന്തെന്നോ, അല്ലെങ്കിൽ നമുക്ക് യോജിച്ചത് എന്തെന്നോ ഭഗവാൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഭഗവാനോട് അടുക്കാനുള്ള അവസരമായി നമ്മൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. മാത്രമല്ല, ഭഗവാന്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുമ്പോൾ അർജുനനോട് ഭഗവാൻ പറഞ്ഞ പോലെ നിമിത്ത മാത്രം ഭവ, അതായത് നീ ഒരു ഉപകരണമാണ്, നീ ഒരു എന്താ പറയാ ആയുധം മാത്രമാണ്. അപ്പൊ നമ്മള് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ രീതി എന്താണോ, അല്ലെങ്കിൽ നമ്മള് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാനിനേക്കാളേറെ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ കരുതുന്നതിനപ്പുറം നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ കഴിവിനപ്പുറം നമുക്കത് അസാധ്യമെന്ന് തോന്നുന്ന പലതും നമുക്ക് ജീവിതത്തിൽ സാധ്യമാക്കാൻ സാധിക്കും. ആ കയറിനും ആ തടി കൊണ്ടുണ്ടാക്കിയ ആ ഉരലിനും ആ ഒരു ബലം, അതായത് അവയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ് അവർ ചെയ്തത്. അപ്പൊ ആ ഒരു ബലം എങ്ങനെ അവർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഭഗവാൻ നൽകിയ ബലമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആ ഒരു ബലം, ഭഗവാന്റെ പ്ലാനിനെ അംഗീകരിച്ചുകൊണ്ട് പോയാൽ, ഭഗവാന്റെ പദ്ധതികളെ നമ്മൾ അംഗീകരിച്ചു കൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റും. നമ്മുടെ കഴിവിനപ്പുറം നമുക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷെ എന്താ വേണ്ടത്? അതിന്റെ ക്രെഡിറ്റ് നമുക്ക് അവകാശപ്പെട്ടതാണോ? ഒരിക്കലും അല്ല. അതിന്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ അവകാശപ്പെട്ടത് ഭഗവാനാണ്.
പക്ഷെ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, നിസ്വാർത്ഥമായ ഭക്തി. യശോദ മാതാവിന്റെ കാര്യം നമ്മൾ കണ്ടതാണ്. മാതാവിന് നിസ്വാർത്ഥമായ ഭക്തിയാണുള്ളത്, നിസ്വാർത്ഥമായ സേവന മനോഭാവം. മാതാവ് എന്ത് ചെയ്താലും, എപ്പോ ചിന്തിച്ചാലും എന്റെ കൃഷ്ണന് ഞാൻ എന്താ കൊടുക്കുക, എന്റെ കൃഷ്ണന് ഞാൻ എന്ത് സേവ ചെയ്യാം, ഭഗവാനെ ഒരുക്കുന്നതിൽ പോലും എല്ലാം മാതാവ് അത്രയും സസൂക്ഷ്മമാണ്. മാതാവ് ഭഗവാനോടുള്ള ശ്രദ്ധ. അപ്പം ആ ഒരു സേവന മനോഭാവം മാത്രമല്ല, നിസ്വാർത്ഥമായ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പരിശ്രമം ആവശ്യമാണ്. ഇപ്പോ എല്ലായിടത്തും എന്നെ ഭഗവാൻ സംരക്ഷിച്ചു കൊള്ളും, ആ വിശ്വാസം നമുക്ക് വേണം. പക്ഷെ എന്തും കൂടി വേണം, നമുക്ക് പരിശ്രമം കൂടി വേണം. അതിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് നമുക്ക് നേട്ടമുണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അതാ നമ്മളുടെ ഒപ്പം കൂടെ വരുന്ന ഒരു കാര്യമാണ് അഹങ്കാരം എന്നത്. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ക്രെഡിറ്റ് എല്ലാം ആർക്ക് അവകാശപ്പെട്ടതാണ്? ഭഗവാൻ അവകാശപ്പെട്ടതാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ ഭഗവാനോട് അടുക്കാനുള്ള അവസരമായി കാണുക. ആ അവസരത്തിൽ കൂടുതലായി നമുക്ക് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുമോ, ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ സാധിക്കുമോ, ജീവിതത്തിലെ ഓരോ നിമിഷവും ഭഗവാനെ സ്മരിക്കുക. അതാണ് ഭഗവാനും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും തന്റെ ഭക്തന്മാരെ തന്നിൽ നിന്നും അകലാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ആ ഒരു തത്വം നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുക. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. അതൊരു ഘട്ടം കഴിയുമ്പോൾ ആ സമയത്ത് നമ്മൾ ഭഗവാനെ കുറ്റം പറയും. എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നോട് ഇത്തരത്തിൽ പെരുമാറി, ഇത്തരത്തിൽ പ്രവർത്തിച്ചു. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വയം പറയും, അന്ന് അങ്ങനെ സംഭവിച്ചത് നന്നായി. അപ്പൊ നമുക്ക് ശാശ്വതം എന്തെന്ന് നമ്മളെക്കാളേറെ ഭഗവാന് നന്നായിട്ടറിയാം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ.